ഹേ ഗായ്സ് രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ കാണാൻ നമ്മൾ മുസ്തഫ ഷൂസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പല്ലേക്കാൻ പോലും പേസ്റ്റ് എടുക്കാതെ തന്നെ മുസ്തഫ ഒന്ന് ഷൂസ് വെച്ചേക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതിന് മാത്രം എന്തോ ഒരു പരിപാടി ഇപ്പം നടക്കുന്നുണ്ട്. പിന്നെ ചോദിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ അസ്ബിക്കുട്ടറെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. നമ്മൾ ഒരുക്കളൊക്കെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ചടങ്ങുകളുള്ള കാര്യങ്ങൾ തകൃതി നടന്നുകൊണ്ടിരിക്കുകയാണ്. തേച്ചയ്ക്ക് ഷൂസും വെച്ചിട്ട് മുസ്തഫ കാര്യമായിട്ട് മെയിനായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തേച്ചയ്ക്ക് കാര്യമുണ്ടോ എനിക്ക് ഷൂസും തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഏറെ കേക്ക് മുറിക്കുന്ന സമയമുണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. അങ്ങനെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ പരിപാടി തുടങ്ങാൻ തീരുമാനിച്ചു. നമ്മളെക്കാൻ പോകാൻ കാര്യമായ അറേഞ്ച്മെന്റിലാണ്. ഇത്ര ചെയ്തുകൊണ്ട് ശരിയാവുന്നില്ല. പരിപാടി അറേഞ്ച്മെന്റ് അവിടെ കാര്യമായി നടക്കണമെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾ ചില്ലാണ്. കുട്ടികൾ മാത്രമല്ല വലിയൊരു ചില്ലാണ്. അങ്ങനെ ഒന്നൊന്നര ചില്ല് കാരണം ഒരു ജഗപോകൻ ഉണ്ട് അവിടെ. ആ ജഗപോകണ്ട് മാറുമ്പോൾ നമ്മൾ അറേഞ്ച്മെന്റ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി വൈകാതെ പെട്ടെന്ന് കേക്ക് മുറി നടത്താൻ വിചാരിച്ചു. അങ്ങനെ കുട്ടിക്ക് ഒരു കിരീടം വെച്ച് കേക്ക് മുറിക്കാൻ വേണ്ടി പിന്നെ സ്റ്റേജ് കയറ്റിയാണ്. നമ്മളെല്ലാവരും 4 പേർ നിൽക്കണോണ്ട് നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തി. അങ്ങനെ നമ്മളെ കുട്ടി കേക്ക് മുറിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞാൽ ആദ്യം ആ ഓൾക്ക് തന്നെ കൊടുത്തു. പിന്നെ ശരി ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നമ്മൾ പിന്നെ സമ്മാനം തുടങ്ങാൻ പോവാണ്. വന്നവരെല്ലാവരും വേണ്ടപ്പെട്ടവരാണ്ട് എല്ലാവരും സ്നേഹോപഹാരങ്ങളോടാണ് വന്നിട്ടുള്ളത്. 2.5 മണിക്കൂർ ഇത് വാങ്ങൽ ചടങ്ങ് തന്നെ ആയിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാവരുടെയും കൊടുക്കലും വാങ്ങലും ആയ സ്ഥിതിക്ക് നമ്മൾ പിന്നെ മെല്ലാണ് ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ രാവിലെ തുടങ്ങിയ കേക്ക് മുറി അവസാനിച്ചപ്പോൾ ഉച്ചയാണ്ട് തന്നെ എല്ലാവരും നല്ല വിശപ്പിലാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവരും പെട്ടെന്ന് കുത്തിയിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇവിടെ ഫുഡ് കഴിക്കണമെങ്കിൽ അപ്പുറത്ത് ഫോട്ടോകളും ഗിഫ്റ്റ് എടുക്കൽ ചടങ്ങുകളൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കൂടെ പാരലായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അമ്മക്കാടത്തുള്ള ചെന്നിട്ട് യാതൊരു കാര്യമില്ലാന്നുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതും നമ്മൾ കുറച്ച് നേരം കളിച്ചു നേരെ പോരും ചെയ്തു.